നരസിംഹ സ്തോത്രം എന്നത് മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമായ നരസിംഹമൂർത്തിയെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ ആണ്. ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ നരസിംഹ രൂപമെടുത്തത്. നരസിംഹ സ്തോത്രം അല്ലെങ്കിൽ മന്ത്രം ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ ഇവയാണ്. നരസിംഹമൂർത്തി ഉഗ്രമൂർത്തിയാണെങ്കിലും ഭക്തർക്ക് പെട്ടെന്ന് പ്രസാദിക്കുന്നവനാണ്. അകാരണമായ ഭയം, ഉത്കണ്ഠ, ദുരിതങ്ങൾ എന്നിവ അകറ്റാൻ ഈ സ്തോത്രം പതിവായി ചൊല്ലുന്നത് നല്ലതാണ്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഒഴിവാക്കാനും ദുഷ്ടശക്തികളിൽ നിന്ന് സംരക്ഷണം നൽകാനും ഇത് ഉത്തമമാണ്. നരസിംഹമൂർത്തി ഒരു സംരക്ഷക കവചം, ആർമർ പോലെ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഋണമോചന ലക്ഷ്മി നരസിംഹ സ്തോത്രം പോലെയുള്ള പ്രത്യേക സ്തോത്രങ്ങൾ സാമ്പത്തിക കടങ്ങളിൽ നിന്നും മാനസികമായ ഋണങ്ങളിൽ നിന്നും മോചനം നൽകാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലക്ഷ്മി നരസിംഹഭാവത്തിൽ ഭജിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നൽകാൻ സഹായിക്കും. രോഗങ്ങൾ, ഗ്രഹപ്പിഴകൾ, മറ്റ് തടസ്സങ്ങൾ എന്നിവ മാറാനും മനസമാധാനം ലഭിക്കാനും ഇത് നല്ലതാണ്. നരസിംഹാവതാരം ത്രിസന്ധ്യാ നേരത്ത് വൈകുന്നേരം, പകലും രാത്രിയും ചേരുന്ന സമയം ആണ് ഉണ്ടായത്. അതിനാൽ ആ സമയത്ത് സന്ധ്യാനാമ ജപത്തിന്റെ സമയത്ത് നരസിംഹ സ്തോത്രം ചൊല്ലുന്നത് ഉത്തമമാണ്. പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഏകദേശം പുലർച്ചെ 4 മണി മുതൽ രാവിലെ 6 മണി വരെ ചൊല്ലുന്നതും നല്ലതാണ്. ചിലർ ചൊവ്വ, ശനി ദിവസങ്ങളിൽ ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന് കരുതുന്നു. നരസിംഹ ജയന്തി ദിനം ഈ സ്തോത്രം ചൊല്ലാൻ ഏറ്റവും വിശേഷമാണ്. നരസിംഹാവതാരത്തിന്റെ കഥ മഹാവിഷ്ണുവിന്റെ പ്രധാന അവതാര കഥകളിൽ ഒന്നാണ്. ഭൂമിയിൽ ഹിരണ്യകശിപു എന്ന അസുര ചക്രവർത്തി ഉണ്ടായിരുന്നു. ബ്രഹ്മാവിൽ നിന്ന് നേടിയ വരബലത്താൽ അവൻ അഹങ്കാരിയായി മാറി. ആ വരമനുസരിച്ച് അവനെ പകലോ രാത്രിയിലോ, വീടിന്റെ അകത്തോ പുറത്തോ, ഭൂമിയിലോ ആകാശത്തോ വെച്ച് മനുഷ്യനോ മൃഗമോ അല്ലാത്തവർക്ക് യാതൊരു ആയുധം കൊണ്ടും കൊല്ലാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് അവൻ താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഹിരണ്യകശിപുവിന്റെ മകനായ പ്രഹ്ലാദൻ മഹാവിഷ്ണുവിന്റെ വലിയ ഭക്തനായിരുന്നു. ഇത് ഹിരണ്യകശിപുവിനെ രോഷാകുലനാക്കി. പ്രഹ്ലാദനെ തന്റെ ഭക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശിപു പല ശ്രമങ്ങളും നടത്തി. പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും പ്രഹ്ലാദൻ ഭഗവാനെ കൈവിട്ടില്ല. ഒടുവിൽ നിന്റെ വിഷ്ണു എവിടെയാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ഹിരണ്യകശിപു ഒരു തൂണിൽ ആഞ്ഞടിച്ചു. ഭഗവാൻ എല്ലായിടത്തുമുണ്ട് എന്നായിരുന്നു പ്രഹ്ലാദന്റെ മറുപടി. അപ്പോൾ ആ തൂൺ പിളർന്ന് അതിൽ നിന്ന് മനുഷ്യന്റെ ഉടലും സിംഹത്തിന്റെ തലയുമുള്ള നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയത്ത്, വീടിന്റെ അകത്തുമല്ലാത്ത പുറത്തുമല്ലാത്ത ഉമ്മറപ്പടിയിൽ വെച്ച് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം യാതൊരു ആയുധവും ഉപയോഗിക്കാതെ നഖങ്ങൾ ഉപയോഗിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ചു. ഇപ്രകാരം ഭക്തനായ പ്രഹ്ലാദന്റെ വിശ്വാസം കാക്കുകയും ദുഷ്ടനായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുകയും ചെയ്ത മഹാവിഷ്ണുവിന്റെ അവതാരമാണ് നരസിംഹം.